അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ തഖ്വയിലായി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പ്രവാചകൻ്റെ അനുയായികളായ വിശ്വാസികൾ പ്രവാചകനെ കാണുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അതാണ് നമ്മൾ ഈമാൻ കാര്യങ്ങളിൽ റിസാലത്തിന് എണ്ണുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പ്രവാചകനെ എങ്ങനെയാണ് കാണേണ്ടത് വിശ്വാസികൾ എന്ന് പ്രവാചകൻ കൃത്യമായി വിശ്വാസികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ബർക്കത്തെടുക്കുക എന്നുള്ള ഈ പരിപാടി അതാണോ ഏറ്റവും വലിയ കാര്യം? അതിനുണ്ടല്ല, നബി തങ്ങളുടെ അസറുകളെ കൊണ്ട് ബർക്കത്തെടുക്കുക, ഉമിനീര് കൊണ്ട് അല്ലെങ്കിൽ ഒളുവിൻ്റെ ബാക്കി വെള്ളം കൊണ്ടൊക്കെ ബർക്കത്തെടുക്കുക എന്ന് പറയുന്നത് അത് വളരെ വലിയ ഒരു സംഭവമാണോ? അതാണോ ഏറ്റവും ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ മഹാനായ ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിലും ഇമാം തബറാനിയും അതുപോലെയുള്ള നിരവധി പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഒരു ഹദീത്ത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവല്ലഅ യൗമ, പ്രവാചകൻ ഒരു ദിവസം ഒളു എടുക്കുകയാണ്. അങ്ങനെ ഒളു എടുക്കുമ്പോൾ ഫജഅല അസ്ഹാബുഹു യതമസ്സഹൂന ബിവളുഇഹി, നബിൻ്റെ ഒളുവിൻ്റെ വെള്ളം കൊണ്ട് സഹാബാക്കൾ എന്ത് ചെയ്യാണ്? അവരുടെ മേലിങ്ങനെ തടവുകയാണ്. ആ വെള്ളമെടുത്ത് നബി ഒന്നുണ്ടാക്കിയ വെള്ളത്തിൻ്റെ ബാക്കിയെടുത്ത് ശരീരത്തും കൂടെ തടവിക്കൊണ്ട് ബർക്കത്തെടുക്കുകയാണ് സഹാബാക്കൾ. അപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, മാ യഹ്മിലുക്കും അലാ ഹാദാ, എന്താണ് ഇതിന് കാരണം? നിങ്ങൾ എന്താ അങ്ങനെ ചെയ്യാൻ കാരണം? ഞാൻ ഒന്നെടുത്ത വെള്ളം എന്താ നിങ്ങളുടെ മേലിൽ കൂടെ പരട്ടാൻ എന്താ കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ചോദിക്കാൻ. ആ ചോദ്യത്തിന് സഹാബാക്കൾ നൽകുന്ന മറുപടി ഹുബ്ബുല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള സ്നേഹമാണ് നബിയേ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയൊരു മറുപടിയുണ്ട്. മൻ സറഹു അൻ യുഹിബ്ബഹുല്ലാഹു വ റസൂലുഹു ഔ യുഹിബ്ബഹുല്ലാഹ വ റസൂലഹു, ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടാൻ ഉദ്ദേശിച്ചാൽ, മൻ സറഹു അൻ യുഹിബ്ബല്ലാഹ വ റസൂല, ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം എന്ന് ആർക്കെങ്കിലും അവൻ്റെ മനസ്സിൽ അതൊരു സന്തോഷമായിട്ട് തോന്നിയാൽ, അല്ലെങ്കിൽ അള്ളാഹും റസൂലും അവനെ സ്നേഹിക്കണം, ഒരു ശൈലി അള്ളാഹിനെയും റസൂലിനെയും സ്നേഹിക്കണം എന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിച്ചാൽ, അതുപോലെ അള്ളാഹും റസൂലും നിങ്ങളെ സ്നേഹിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഫല്യസ്ദുഖ് ഹദീഥഹു ഇദാ ഹദ്ദസ, വർത്തമാനം പറഞ്ഞാൽ സത്യം പറയണം. സഹാബാക്കൾ ഒളുവിൻ്റെ ബാക്കി വെള്ളമെടുത്ത് ബർക്കത്തിന് മേലിൽ കൂടെ തേക്കണ സമയത്ത് പറയാണ്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അപ്പം നബി പറഞ്ഞു കൊടുക്കുകയാണെന്ത്? എന്നോടും അള്ളാഹിനോടും നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ, അള്ളി ഞാനും നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ വർത്താനം പറയുമ്പോൾ സത്യം പറയണം. നോക്കൂ നിങ്ങൾ, വല്യുഅദ്ദി അമാനതഹു ഇദാ തുമിന, വിശ്വസിച്ച് ആരെങ്കിലും വല്ലതും ഏൽപ്പിച്ചാൽ ആ വിശ്വാസത്തിൽ വഞ്ചന കാണിക്കാൻ പാടില്ല. വൽയുഹ്സിൻ ജിവാറ മൻ ജാവറഹു, നിങ്ങളുടെ അയൽവാസികളോട് നന്മ കാണിക്കണം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? നബി തങ്ങളുടെ ബഖിയത്ത്, നബി ഒന്നുണ്ടാക്കിയ വെള്ളം അതുപോലെയുള്ളതൊക്കെ നമുക്ക് ബർക്കത്തിനൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ആത്യന്തികമായ ലക്ഷ്യം അത് മാത്രമല്ല, മറിച്ച് സമൂഹത്തിന് നന്മ കാണിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുകയും അള്ളാഹുവിൻ്റെ വിലക്കുകൾ വർജിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിനോടും പ്രവാചകനോടുമുള്ള സ്നേഹം എന്ന് പറയുന്നത്. അതില്ലാതെ ഈ ജാതി പരിപാടി കൊണ്ട് 10 കാശിൻ്റെ ഉപകാരം കിട്ടൂല നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിപാടി ഇതാ എൻ്റെ ബർക്കത്ത് പറഞ്ഞിട്ട് എല്ലാവരും വന്ന് ബർക്കത്ത് എടുത്തോളിന്ന് പറഞ്ഞ് ബർക്കത്ത് പ്രചരണം ആയിരുന്നില്ല. ഞാനൊരു വലിയ ആളാണെന്നും പറഞ്ഞ് നടക്കലും ആയിരുന്നില്ല.
എന്നാൽ പ്രവാചകൻ വലിയ ആളാണ്, പ്രവാചകനെ ആദരിക്കേണ്ടതാണ്, അത് പുണ്യമുള്ള കാര്യമാണ്. അതേപോലെ പ്രവാചകന്റെ എന്താ പറയുക, മുടി അതേപോലെയുള്ളതിനൊക്കെ ബർക്കത്തൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും അതാണ് വലുത്, അതുണ്ടായ ഒക്കെ റെഡിയായി എന്ന് വിചാരിച്ച് നടക്കേണ്ട എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സഹാബാക്കൾ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ, അതുപോലെ തന്നെ ഇമാം ബുഖാരി അവിടുത്തെ അദബുൽ മുഫ്രദിലൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്താണ്? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ കാന ശഖ്സുൻ അഹബ്ബ ഇലൈഹിം റുഇയതൻ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബാക്കൾക്ക് നബിനേക്കാൾ ഇഷ്ടമുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. വകാനു ഇദാ റഅൗഹു ലം യഖൂമു ഇലൈഹി. നബി അവരിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അവർ നബിനെ കണ്ടാൽ അവർ എണീക്കുമായിരുന്നില്ല. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ സദസ്സിലേക്ക് വരുമ്പോൾ സഹാബാക്കൾ എണീക്കുമായിരുന്നില്ല. കാരണം ലിമാ യഅലമൂന മിൻ കറാഹിയതിഹി ലിദാലിക. നബി വരുമ്പോൾ സഹാബാക്കൾ എണീറ്റ് പ്രവാചകനെ എങ്ങനെ ആദരിക്കണത് കാണുന്നത് പ്രവാചകന് വെറുപ്പായിരുന്നു. അപ്പൊ നബിക്ക് ദേഷ്യം വരും എന്നുള്ളത് കൊണ്ട് സഹാബാക്കൾ നബി കടന്നു വരുമ്പോൾ എണീക്കുകയില്ലായിരുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന പേക്കൂത്തുകൾ, ബർക്കത്തിൻ്റെയും അതുപോലെ ആദരവിൻ്റെയും ഒക്കെ പ്രകടനങ്ങൾ നമ്മളിന്ന് കാണുകയാണ്. എന്തൊക്കെ കോലത്തിലാണ് അതിനൊക്കെ നിന്നും കൊടുക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ബർക്കത്തെടുക്കുക എന്നുള്ളത് ആത്യന്തികമായ ഒരു ലക്ഷ്യമായിട്ട് പ്രവർത്തിക്കുന്നതല്ല, ആദരവിൻ്റെ ഭാഗമായി അതും പ്രകടമാണ് എന്ന് തന്നെയാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് ഉർവത്ത് ബിൻ മസൂദ് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആ മുഹമ്മദിൻ്റെ കഫമോ ഒളുവിൻ്റെ വെള്ളമോ മറ്റെന്തെങ്കിലും അവരുടെ മുന്നിലേക്ക് വന്നാൽ അവരതിനു വേണ്ടി ചാടി വീഴുന്നവരാണ് എന്ന് ഇയാൾ പറഞ്ഞപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? എന്താ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ എന്താണ് അങ്ങനെ പ്രകടിപ്പിച്ചത്? അതൊരു വിഷയമാണല്ലോ. ഇമാം ബുഖാരിയുടെ സഹീഹിലുള്ള ഹദീസാണത്. അദ്ദേഹം പറയാണ്, വല്ലാഹി ഇൻ തനഖമ നുഖാമതൻ ഇല്ലാ വഖഅത ഫീ കഫി റജുലിൻ മിന്നും. കഫൻ തെറിച്ചാൽ അത് അവരുടെ കയ്യിലേക്ക് അവരെ സ്വീകരിക്കും. അതുപോലെ തന്നെ വൈദാ തവല്ല കാദു യഖ്തതിലൂൻ. ഒന്നുണ്ടാക്കിയ വെള്ളത്തിന് വേണ്ടി അവർ പിടിമ്പലി ഉണ്ടാക്കി കളയും. അത്ര ആവേശമായിരുന്നു, ശബ്ദം താഴ്ത്തിയിരിക്കും, എന്ത് പറഞ്ഞാലും കേൾക്കും. ഇങ്ങനെ പറഞ്ഞപ്പോ ഈ കോലത്തിൽ സഹാബാക്കൾ ഇങ്ങനെ ചെയ്യാൻ എന്താ കാരണം? മഹാനായ ഹാഫിളുദ്ദുന്യ ഇബ്നു ഹജറുൽ അസ്കലാനിയും അതേപോലെ തന്നെ മഹാനായ ഇബ്നു ബത്താൽ റഹ്മഹുല്ലയും ഈ കാര്യം വിശദീകരിച്ചിരുന്നുണ്ട്. എന്താ സഹാബാക്കൾ അങ്ങനെ ചെയ്യാൻ കാരണം? അതായത് പ്രവാചകന്റെ ഒളുവിന്റെ വെള്ളത്തിന് വേണ്ടി ഇവർ ചാടി വീഴുന്നു. പ്രവാചകനിൽ നിന്ന് എന്ത് വന്നാലും അത് തന്നെ അവര് തബറുക്കിന് വേണ്ടി എടുക്കുന്നു. ഭയങ്കരമായ ആവേശം അവർ കാണിക്കുന്നു. ഇതിന്റെ കാരണം എന്താണ്? കാരണം എന്താ അറിയോ? മഹാനായ ഇബ്നു ബത്താൽ റഹ്മഹുല്ല ബുഖാരിയുടെ വ്യാഖ്യാതാവാണ്. അദ്ദേഹം പറയുന്നത്, ഇന്നമാ അക്തറു മിൻ ദാലിക ബിഹളറതി അദുവിഹി. അള്ളാന്റെ റസൂലിന്റെ ശത്രുവിന്റെ സാന്നിധ്യം അവിടെ ഉള്ളത് കൊണ്ട് ആ ശത്രുവിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവിനോടുള്ള ആദരവ് എത്രമാത്രമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അവരിങ്ങനെ പ്രകടിപ്പിച്ചത്. കാരണം അവരങ്ങനെ പ്രകടിപ്പിക്കാൻ കാരണം ഈ ഇസ്ലാമിന്റെ ശത്രു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് ഹുദൈബിയ സന്ധിയുടെ സമയത്താണ് ഈ പരിപാടി നടക്കുന്നത്. ഇമാം ബുഖാരിയുടെ സഹീൽ 2731 നമ്പർ ഹദീസാട്ടോ. അതിലാ പറയുന്നത്, ഇന്നി അറാ ഔശാബം മിനൻ നാസി ഖലീഖൻ അൻ യഫിറു വയദഉക്. നബിയോട് അദ്ദേഹം പറയാം, നിന്റെ ആളുകളുണ്ടല്ലോ, ഒരുപാട് കുടുംബങ്ങളുണ്ട്, അവരൊക്കെ നിന്നെ കൈയൊഴിഞ്ഞ് അവരിട്ടെറിഞ്ഞ് ഓടിപ്പോവും. നീ ഒറ്റപ്പെടും കേട്ടോ, നിന്നെ നോക്കാൻ ആളുണ്ടാവൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്ലാമിന്റെ ശത്രു പറഞ്ഞപ്പോ
സഹാബാക്കൾക്ക് വല്ലാത്ത വിഷമായി. അപ്പോൾ അവർ ആ ശത്രുവിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവിനോടുള്ള ആദരവ് എപ്രകാരമാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്. ഇബ്നു ബത്താൽ റഹ്മത്തുള്ളാഹി പറയാ, അവർ ആ ശത്രുവിന് കാണിച്ചു കൊടുത്തു എന്ത്? അന്നഹും അശദ്ദു ഇഗ്തിബാത, അവർ ഈ മുഹമ്മദ് നബിയുടെ കാര്യത്തിൽ വലിയ സന്തോഷവാന്മാരാണെന്നും ഒരു കാരണവശാലും അദ്ദേഹത്തെ അവർ കൈയൊഴിഞ്ഞു പോകുന്ന പ്രശ്നമുണ്ടാവില്ല എന്നും അദ്ദേഹത്തിൻ്റെ എന്ത് കൽപ്പന വന്നാലും ആ കൽപ്പന സ്വീകരിക്കുന്നത് ഒരു ബർക്കത്തെടുക്കുന്നത് പോലെയായും ഫീ നസ്റതിഹി, അദ്ദേഹത്തെ സഹായിക്കുന്നതിൽ സുസ്ഥിരമായി നിൽക്കുന്നവരാണ് എന്നും അറിയിക്കാൻ വേണ്ടിയാണ് അത്രയും ആക്റ്റീവായി ആ ശത്രുവിൻ്റെ മുമ്പിൽ അവർ അത്തരം ഒരു പ്രകടനം നടത്തിയത് എന്ന് ഇബ്നു ബത്താൽ റഹ്മത്തുള്ളാഹി. അതേപോലെ തന്നെ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുള്ളാഹിയും ഇതേ അഭിപ്രായം തന്നെ പറയാം. മഹാനവറുകൾ പറയാം, അന്നഹും ഖാലൂ ബിലിസാനിൽ ഹാൽ, ആ ശത്രു നബിയോട് പറയാൻ നിന്റെ അനുയായികൾ നിന്നെ ഇട്ടെറിഞ്ഞു പോകും കേട്ടോ എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യാണ്? അവിടെ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. ബിലിസാനിൽ ഹാൽ എന്ന് പറഞ്ഞാൽ സാന്ദർഭികമായ സാഹചര്യ തെളിവ് എന്ന് പറയില്ലേ, ആ സാഹചര്യം ഉണ്ടാക്കുന്നു. എന്ത്? മൻ യുഹിബ്ബു ഇമാമഹു ഹാദിഹിൽ മഹബ്ബത വയുഅല്ലിമുഹു ഹാദ തഅലീമ കൈഫ യളുന്നു ബിഹി അന്നഹു യഫിറു അൻഹു. ഈ കോലത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു നേതാവിനെ ആ അനുയായികൾ എങ്ങനെയാണ് ഇട്ടേച്ചു പോവുക എന്ന് അത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുവിന് അവർ മറുപടി പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഏതായാലും അത് അനുവദനീയമാണ്. എവിടെ? പ്രവാചകന്റെ കാര്യത്തിൽ. ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഇത് പ്രവാചകന്റെ മാത്രം ഖാസാണ് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? പ്രവാചകന്റെ മരണശേഷം പ്രവാചകന്റെ ഖലീഫമാരിലോ സഹാബാക്കളിലോ താബികളിലോ തമിഴ് താബികളിലോ അത്തരം ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് പ്രവാചകനിൽ മാത്രം ഖാസായ കാര്യമായി നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഇമാം ഷാത്തബി റഹ്മഹുല്ലാഹ് തൻ്റെ അൽ ഇഅ്തിസാം എന്ന ലോകപ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ മഹാനവറുകൾ പഠിപ്പിക്കുന്നതായിട്ട് കാണുകയും, ഇമാം ഷാത്തബി ഉന്തുലുസുകാരനാണ്, കുർത്തുബുകാരനാണ്, അന്നത്തെ സ്പെയിൻകാരനായി. ഒരു കാലത്ത് സ്പെയിൻ ഇസ്ലാമിന്റെ കേന്ദ്രമായിരുന്നല്ലോ. ഹിജറ 538 മഹാനവറുകൾ ജനിക്കുന്നത് ഇമാം ഷാത്തബി. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയാണ് ഷാഫി മദ്ഹബിലെ വളരെ പ്രസിദ്ധനായ ഇമാം സഹാബിയൊക്കെ. ഇമാം സഹാബിയുടെ ഗുരുവര്യരായ അതുപോലെ നിരവധി പണ്ഡിതന്മാരുടെ മഹാന്മാരുടെ ഗുരുനാഥനാണ് ഇമാം ഷാത്തബി. മഹാനവറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം പിന്നീടുള്ള ആളുകളിൽ പ്രവാചകന്റെ മുടി വറക്കത്തെടുത്തതുപോലെ അതുപോലെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറ്റുമോ ഇല്ലേ? ഇപ്പം ഇന്ന് നമ്മുടെ നാട്ടിൽ ഔലിയാന്റെ തലപ്പാവ്, ഷർട്ട്, മുടി അങ്ങനെ തുടങ്ങി പല സാധനങ്ങളും ബർക്കത്തിന് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മഹാരഥന്മാരായ സലഫുകളായ പണ്ഡിതന്മാരിൽ പ്രമുഖനായ ഇമാം ഷാത്തിബി പറയുക, അന്നഹു സബത ഫി സ്വഹാഹി അനി സ്വഹാബത്തി റളിയല്ലാഹു അൻഹും കാനൂ യതബറകൂന ബി അശ്യാഅ മിൻ റസൂലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ പ്രവാചകന്റെ പല വസ്തുക്കൾ കൊണ്ടും ബർക്കത്തെടുത്തിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. വ അന്ന സ്വഹാബത റളിയല്ലാഹു അൻഹും ബഅദ മൗതിഹി ലം യഖ മിൻ അഹദി മിന്നും ശൈഉ മിൻ ദാലിക ബിന്നിസ്ബതി ഇലാ മൻ ഖല്ലഫഹു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം പ്രവാചകന്റെ ഖലീഫമാരായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആരും തന്നെ ഇത്തരം ഒരു പരിപാടി ചെയ്തിട്ടില്ല. ഇത് കാരണം ലം യത്റുകിൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദഹു ഫിൽ ഉമ്മത്തി അഫ്ളല മിൻ അബീ ബക്കറിൻ അസ്ദിഖ് റളിയല്ലാഹു അൻഹു. നബിന്റെ ഉമ്മത്തിൽ പ്രവാചകന്റെ സഹാബാക്കളിൽ ഏറ്റവും ഉത്തമനായി സിദ്ദീഖുൽ അക്ബറിനെക്കാണ് ഉത്തമനായിട്ട് ഒരാളില്ല. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വലം യുഫ്അൽ ബിഹി ശൈഉം മിൻ ദാലിക. സിദ്ദീഖുൽ അക്ബറിനെ കൊണ്ട് സിദ്ദീഖുൽ അക്ബറിന്റെ തലപ്പാ ബർക്കത്ത് എടുക്കുക,
അദ്ദേഹത്തിന്റെ വിയർപ്പ് വർക്കത്തിനെടുക്കുക, അദ്ദേഹത്തിന്റെ മുടി വർക്കത്തിനെടുക്കുക, ആ പരിപാടിയെ സഹാബത്ത് ആരും ചെയ്തിട്ടില്ല. വലാ ഉമർ റളിയല്ലാഹു ചെയ്തിട്ടില്ല, ആരും ചെയ്തിട്ടില്ല. വഹുവ കാന ഫിൽ ഉമ്മത്തി ബഅദ, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് ശേഷം വന്ന ആൾ ഉമറുൽ ഫാറൂഖാണ്, അവരും ചെയ്തിട്ടില്ല. അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വേറെ ആരും ചെയ്തിട്ടില്ല. ثم لم يثبت لواحد من طريق صحيح معروف أن متبركا تبرك به على أحد تلك الطريق. അതായത് ലോകത്ത് ഇന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ബർക്കത്തെടുത്ത് ആ രൂപത്തിലുള്ള ഒരു ബർക്കത്തെടുക്കൽ ഒരു സലഫുകളിലും സഹാബാക്കളിലോ താബികളിലോ തബഈ ഉണ്ടായിട്ടേ ഇല്ല. അത് പ്രവാചകന്മാർക്ക് ഖാസായ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഗൾഫിലേക്കൊക്കെ പോകാൻ നോക്കുമ്പോൾ സാധുക്കളായ ആളുകൾക്ക് ചില ആളുകൾ ഔലിയാക്കന്മാരാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ ക്യാഷ് കൊടുക്കും, ഒരു 10 രൂപ കൊടുക്കും കയ്യിൽ, ഇത് പേഴ്സിൽ വെച്ചോ, ഗൾഫ് പോയി തിരിച്ചു വരുന്നത് വരെ നിന്റെ പോക്കറ്റിൽ അത് ഉണ്ടാണെന്ന് പറഞ്ഞു കൊടുക്കും. എന്നാൽ ഭയങ്കരമായ സാമ്പത്തിക വർധന ഉണ്ടാവുന്നതാണ്. ആ 10 രൂപ കൊടുക്കുമ്പോൾ അവന് തിരിച്ചെത്ര കിട്ടണം? 2000 രൂപ ഇങ്ങോട്ട് കിട്ടണം. എന്ത് ചെയ്യാതി കച്ചവടമാണ്. എന്നിട്ട് അതുകൊണ്ട് വല്ല 10 പൈസൻ്റെ ഉപകാരം ഉണ്ടോ? ഔട്ടില്ലേ. അപ്പോൾ ഈ രൂപത്തിലുള്ള പരിപാടി റസൂലുള്ളാന്റെ സഹാബാക്കളോ താബികളോ തബഈ താബികളോ ആരും ചെയ്തിട്ടില്ല. വൈദൻ ഇജ്മാഉം മിൻഹും അലാ തർക്കി തിൽകൽ അശൈ കുല്ലിഹാ, ഈ ജാതി സർവ പരിപാടി ഉപേക്ഷിക്കേണ്ടതാണ് എന്നതിന് പണ്ഡിത ലോകത്തിന്റെ ഇജ്മാൻ, ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമാണ് ഉള്ളത്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ സമൂഹം എവിടം വരെ എത്തി? റിസാലത്തിന്റെ പദവി സാധാരണക്കായ ആളുകളുടെ തലയിൽ വെച്ച് കൊടുക്കുകയാണ്. ഒരു നബിക്കുണ്ടാകുന്ന ഗുണം ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ തലയിൽ വെച്ചു കൊടുക്കുകയാണ്. അത് പ്രവാചകന്മാരുടെ പ്രത്യേകതയാണ് എന്ന് ലോകത്തിന്റെ ഇജ്മാൻ. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. പക്ഷെ നമ്മുടെ സമൂഹം അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതര സമുദായങ്ങളിൽ നിന്ന്, ഹൈന്ദവ സഹോദരങ്ങളിൽ നിന്ന്, ക്രൈസ്തവ സഹോദരങ്ങളിൽ നിന്നൊക്കെ വന്ന ആചാരങ്ങൾ നമ്മുടെ സമൂഹത്തിലും നിലനിൽക്കുന്നു എന്നർത്ഥം. അതിനൊരു മാറ്റം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ആളില്ലാതെ ആയിപ്പോയി. കേരളത്തിൽ ഒരു 90% ആളുകളും ആ ധാരണയിൽ കിടക്കുകയാണ്. ജനങ്ങളെ പണ്ഡിത ലോകത്തിന്റെ ഇജ്മാൾ, സഹാബാക്കളുടെ ഏകീകരിക്കപ്പെട്ട അഭിപ്രായം, താബികളുടെയും തബഈ താബികളുടെയും ഏകീകരിക്കപ്പെട്ട അഭിപ്രായം, ഈ ബർക്കത്തെടുക്കുക എന്നുള്ളത് പ്രവാചകന്മാരുടെ ഖുസൂസിയത്താണ്, അവരുടെ പ്രത്യേകതയാണ്, മറ്റുള്ളവർക്ക് അതില്ല എന്ന് പണ്ഡിത ലോകം നിരന്തരം പ്രഖ്യാപിച്ചതാണ്. പക്ഷെ കച്ചവടം തകൃതിയായി നടക്കുകയാണ്. മാത്രമല്ല മഹാനായ ഇമാം ഷാത്തബി പറയാണ്, ഈ മനുഷ്യന്മാർ എത്ര തന്നെ നല്ലവരാണ് എന്ന് ആരൊക്കെ എന്തൊക്കെ പ്രഖ്യാപിച്ചാലും നമ്മൾ വിശ്വസിക്കേണ്ടതായി ഈ മുടി കൊണ്ട് ബർക്കത്തെടുക്കുക, വെള്ളം കൊണ്ട് ബർക്കത്തെടുക്കുക, വസ്ത്രം കൊണ്ട് ബർക്കത്തെടുക്കുക, ഇതൊക്കെ നുബൂവത്തിന്റെ ദറജയിലുള്ളവരുടെ പ്രത്യേകതയാണ്. നുബൂവത്തിന്റെ അടയാളമാണത്, നബിമാരുടെ പ്രത്യേകതയാണത്. കാരണം ലിൽ ഖതബി വജൂദി മൽതബസു മിനൽ ബർക്കത്തി വൽ ഖൈർ, ഉറപ്പായിട്ടും ആ പ്രവാചകന്മാരുടെ എത്ര കാര്യങ്ങളിൽ എന്തുണ്ട്? ബർക്കത്തുണ്ട്, ഖൈറുണ്ട് എന്നുള്ളതിൽ ഖണ്ഡിതമായ പ്രഖ്യാപനമാണ്. മാത്രമല്ല അന്നഹു അലൈഹിസ്സലാം കാന നൂറൻ കുല്ലു ഫി ളാഹിരി വ ബാത്തിനി, റസൂലുള്ളാഹിന്റെ ഉള്ളും പുറവും പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ അതിൽ വല്ലാത്തൊരു പുണ്യം തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ പ്രകാശം എന്ന് പറഞ്ഞതിനെ കൊണ്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞു നടക്കുന്ന പ്രകാശമല്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ പത്ര തർക്കം എന്താണോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ടാവൂല, നബിന്റെ മുടിക്ക് നിഴലില്ല. നോക്കി നിങ്ങൾ ഓരോരോ വർത്താനങ്ങൾ, ആ സൈസ് പരിപാടി. കാരണം എന്താ? നബി പ്രകാശാണ്, പ്രകാശമാകുമ്പോൾ പ്രകാശത്തിന് നിഴലുണ്ടാവൂലല്ലോ. എങ്ങനെയുണ്ട്? ബുദ്ധിയുള്ള കിതാബ് ഓതി പഠിച്ച മനുഷ്യന്മാരത് പറയുന്നത്. കാരണം ഞങ്ങളൊക്കെ പള്ളി ദർസിലെ ഹദീസ് പഠിച്ചത് എന്താ അറിയോ? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഒരു ദിവസം നട്ടപ്പാതിരക്ക് നബിനെ കാണാനില്ല. അപ്പൊ ഞാൻ പതുക്കെ ഇങ്ങനെ തപ്പി നോക്കി വിരിപ്പിൽ.
അങ്ങനെ തപ്പി നോക്കിയപ്പോൾ അറിയാതെ എൻ്റെ കൈ നബിൻ്റെ കാലിൻ്റെ ഉള്ളനടിയിലാണ് തട്ടി. അപ്പം നബി സുജൂദ് കിടക്കുകയാണ്. നബി കത്തിജ്വലിക്കുന്ന പ്രകാശമാണ് ഈ സഹോദരങ്ങളെ. ആയിഷ ബീവിക്ക് തപ്പാൻ പോണോ? കടക്കണോർത്ത് നോക്കിയാൽ കാണൂലേ ബൾബത്തിനുണ്ടെങ്കിൽ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അങ്ങോട്ട് പുകഴ്ത്തിയിട്ട് ഇല്ലാത്തത് അങ്ങോട്ട് തലയിൽ വെച്ചു കൊടുക്കുക പ്രവാചകന്റെ. അപ്പൊ ഇവിടെ ഇമാം ശാത്വി പ്രവാചകന്റെ പ്രകാശം എന്ന് പറയുന്നത് ആത്മീയമായ പ്രകാശം. എന്നിട്ട് മഹാനവറുകൾ വരാ ഫമനിൽ തമസമിന്നു നൂറം വജദഹു അലായി ജിഹത്തിൻ ഇൽതമസഹു ബിഖിലാഫി ഗൈരിഹി മിനൽ ഉമ്മ. നബിതങ്ങളിൽ നിന്ന് പ്രകാശം തേടിക്കൊണ്ട് ഒരാൾ പ്രവാചകനെ പിന്തുടർന്നാൽ, അതായത് പ്രവാചകൻ പറയുന്ന വാക്കുകളൊക്കെ കേട്ട് പ്രവാചകന്റെ കൂടെ നിന്നാൽ അവൻ ആ പ്രകാശം ലഭ്യമായി. സിദ്ദീഖുൽ അക്ബർ അള്ളാഹിന് കിട്ടിയ പ്രകാശം, ഉമറുൽ ഫാറൂഖിന് കിട്ടിയ പ്രകാശം, എന്ത് തൗഹീദിന്റെ ഹിദായത്തിന്റെ പ്രകാശം അതവർക്ക് ലഭ്യമായി. എന്നാൽ ആ പ്രകാശം അവർ പ്രവാചകനിൽ നിന്ന് ലഭ്യമായാൽ വഇൻ ഹസല ലഹു മിൻ നൂരിൽ ഇഖ്തിദാഇ ബിഹി വൽ ഇഖ്തിദാദി ബിഹദിഹി മാഷാ അല്ലാഹ്. അതായത് ഒരു സഹാബി നബിന്റെ ഒപ്പാണ് നിന്ന് നബി പറയുന്നത് മുഴുവനും കേട്ടു, നബിക്ക് വല്ലാത്ത ഇഷ്ടമായി. അങ്ങനെ ആ ഹിദായത്തിന്റെ നൂറ് ആ സഹാബിയിൽ അങ്ങോട്ട് എത്രമാത്രം വളർന്നാലും ലാ യബ്ലുഗു മബ്ലഗഹു അലാ ഹാലിൻ തുസാവി ഫി മർതബതിഹി വലാ യുകാരിബു. എത്ര സഹാബി വലുതാലും പ്രവാചകന്റെ റിസാലത്തിന്റെ നുബുവത്തിന്റെ മർത്തബയിലേക്ക് എത്തുകയില്ല. അദ്ദേഹത്തിന്റെ മുടി വർക്കത്തെടുക്കേണ്ട പദവിയിലേക്ക് അയാൾ എത്തുകയില്ല. അപ്പൊ എന്താണ് പ്രവാചകന്റെ മുടി വർക്കത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത് നുബുവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഏതുപോലെ പ്രവാചകന് 4 ഭാര്യമാരെ കാണാൻ വിവാഹം കഴിക്കാൻ പറ്റുമല്ലോ. പ്രവാചകൻ 4 ഭാര്യമാരെ കാണാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. 9ഉം 11ഉം ഒക്കെ ഭാര്യമാരുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും കെട്ടാൻ പോവുകയാണെന്ന് ആരും പറയോ? ബുദ്ധിയില്ലോ. നബിന്റെ മുടി കൊണ്ട് ബർക്കത്തെടുത്തല്ലോ സഹാബാക്കൾ, അതുകൊണ്ട് ഞങ്ങളും ഷെയ്ഖുനാന്റെ മുടി കൊണ്ട് ബർക്കത്തെടുക്കുന്നു. നബിന്റെ ഒന്നുണ്ടാക്കിയ വെള്ളത്തിന്റെ ബാക്കി സഹാബാക്കൾ ബർക്കത്തെടുത്തു, അത് ഞങ്ങളും തന്നെ ഞങ്ങൾ ഔലിയന്റെ ബാക്കി കൊണ്ട് ഞങ്ങൾ ബർക്കത്തെടുക്കുന്നു. എന്നാ നബി 4 കല്യാണം കഴിച്ചു, ഞങ്ങൾ ഔലി 4 കെട്ടാണെന്ന് പറയോ? സമ്മതിക്കുവോ? അപ്പൊ ഇത് പ്രവാചകന്റെ പ്രത്യേകതയാണ്, ഒരു നുബൂവത്തിന്റെ റിസാലത്തിന്റെ ചിഹ്നമാണ്. അതുപോലെ പ്രവാചകന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഒരു പെണ്ണ് വന്നിട്ട് പറയാൻ നബി ഞാൻ എന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാര്യയായിട്ട് സ്വീകരിക്കാം. അത് പ്രവാചകന്റെ പ്രത്യേകതയാ അല്ലേ? അങ്ങനെയല്ലേ? എല്ലാവരുടെയും അഭിപ്രായം എന്താ? ഒരു പെണ്ണ് വന്നിട്ട് പ്രവാചകനോട് പറയാണ് എന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ പ്രവാചകന് ഭാര്യയായിട്ട് സ്വീകരിക്കാൻ പറ്റൂലേ? എവിടെയുള്ളത്? എവിടെയാണ് ഉള്ളത്? എങ്ങനെ? മാഷാ അല്ലാഹ്, ഒരായത്തുണ്ട് കറക്റ്റ്, അതെല്ലാരും ഓർമ്മയിലുണ്ടാകട്ടാ. സൂറത്ത് അഹ്സാബിലെ 51-ാമത്തെ ആയത്ത് അല്ലേ? എന്താണ്? വംറഅത്തും മുഅ്മിനത്തുൻ ഇൻ വഹബത് നഫ്സഹാ ലിന്നബിയ്യിൻ അറാദൻ നബിയ്യു അൻ യസ്തൻകിഹാ ഖാലിസതൻ ലക് മിൻ ദൂനിൽ മുഅ്മിനീൻ. ഒരു പെണ്ണ് വന്നിട്ട് നബിനോട് പറയാം, നബിയെ നിങ്ങൾക്ക് തന്നെ ഞാൻ തന്നു എന്ന് പറഞ്ഞാൽ, നബിയെ നിങ്ങൾക്ക് അവരെ ഭാര്യയാക്കിയിട്ട് അവരെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ, നിങ്ങൾക്ക് അവരെ വിവാഹം കഴിച്ച് മുന്നോട്ട് പോവാം. എന്നാൽ മിൻ ദൂനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ആർക്കോ പറ്റൂല, അങ്ങക്ക് മാത്രം. ഖാലിസതൻ ലക്, നിനക്ക് മാത്രം നബിയെ. അപ്പൊ ഇത്തരം പ്രത്യേകത നബിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നോട്ട് ചെയ്തേക്കണ്ട, സൂറത്ത് അഹ്സാബിലെ 51-ാമത്തെ ആയത്ത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള പ്രത്യേകതയാണിത്. അതുകൊണ്ട് അത് വേറെ ആരിലേക്കും ഇത് കൊണ്ടുപോകാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കൊരു കാര്യം എന്തൊക്കെയാണോ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ച് അന്ന് ചെയ്യാൻ പഠിപ്പിച്ച് തരാത്തതൊന്നും ചെയ്യരുത്. എത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് പോയിരുന്നു, ആ സ്ഥലത്ത് പോയിട്ടിരിക്കുക, നബി ഇരുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിരുന്ന് അവിടുന്ന് പ്രാർത്ഥിച്ച പ്രത്യേക പുണ്യം എന്ന് വിചാരിക്കുക. മഹാനായ ഇമാം ശാത്തിബി പറയാണ്. അതുപോലെ നിരവധി പണ്ഡിതന്മാർ എന്താ പറയുന്നവരോ, വലിയ അജലിഹി ഖതഅ ഉമർ റളിയല്ലാഹു അൻഹു അശ്ശജറത്തല്ലതി ബൂയിയ തഹ്തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ബയ്യത്തുർ റിദ്വാൻ നടന്നില്ലേ? അതായത് ഹുദൈബിയയുടെ സമയത്ത് സഹാബാക്കൾ എന്ത് ചെയ്തു? ബയ്യത്ത് ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ആ ബയ്യത്ത് നടന്നത് ഒരു മരത്തിന്റെ ചുവട്ടിലായിരുന്നല്ലോ. ആ മരത്തിന്റെ ചുവട്ടിൽ ബയ്യത്ത് നടന്നപ്പോ ആ മരത്തിന്റെ ചുവട്ട് പോയി നിസ്കരിച്ച ആ പ്രത്യേക പുണ്യുണ്ട് ചിലർക്ക് തോന്നി. ആ മരത്തെ പറയുന്ന ആയത്ത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? സൂറത്ത് ഫതഹിലെ 18-ാമത്തെ ആയത്ത്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ. നബിയെ, തങ്ങളോട് ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ബയ്യത്ത് ചെയ്യുന്ന, കരാറ് ചെയ്യുന്ന ആളുകൾ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ മുഅ്മിനീങ്ങളെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ വൃക്ഷത്തിന്റെ അവിടെ പോയിരുന്നാൽ, അവിടെ പ്രാർത്ഥിച്ചാൽ പ്രത്യേക പുണ്യുണ്ട് ചിലരുടെ മനസ്സിൽ തോന്നലുണ്ടായി. അത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ മരം മുറിച്ച് കളഞ്ഞു. കാരണം എന്താ? ഇസ്ലാമിൽ ഇല്ലാത്ത ആചാരം കടന്നു വരുന്നതിനെതിരെ ഒരു വളരെ ശക്തരാണ്. ഇത് ഇമാം ബുഖാരിയുടെ സഹീഹിൽ 2 ഹദീസ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ വേറൊരു വിമർശനമുണ്ട്. നമ്മൾ പറയുമ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ ഇരുന്ന മരത്തിന്റെ ചുവട്ടിൽ ആളുകൾ വന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചപ്പോൾ ആ മരം ഉമറുൽ ഫാറൂഖ് മുറിച്ചു എന്നുള്ളത് ശരിയല്ല, മുറിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. എന്നാൽ മുറിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇപ്പോൾ ഇമാം ശാത്തിബി മുറിച്ചു എന്ന് പറഞ്ഞു. ആ മരം അവിടെ എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല എന്നാണ് ഉമറുൽ ഫാറൂഖിന്റെ ഈ കഥയെ നിഷേധിക്കുന്നവർ പറയാറുള്ളത്. ശരിക്കും മനസ്സിലാക്കണം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബയ്യത്തുർ റിദ്വാൻ നടന്ന മരം മുറിച്ചിട്ടുണ്ടോ? മുറിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് പറയുന്നവർ പറയുന്നത് എന്താ? അത് എവിടെയാണ് എന്ന് അറിയില്ല എന്ന് ബുഖാരിയിലുണ്ട്. നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരിയുടെ സഹീഹിൽ 4163 നമ്പർ ഹദീസ് കാണാം. താരിഖ് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഹജ്ജിന് പോയി. അങ്ങനെ ഞാൻ കുറച്ച് ആൾക്കാരിങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുന്നുണ്ട്. അവിടെ ഞാൻ ചെന്നു. മറർത്തു ബി ഖൗമി യുസല്ലൂൻ. കുറച്ച് ആൾക്കാരിങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വല്ലയിടത്ത് കൂടി ചെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, മാ ഹാദൽ മസ്ജിദ്, എന്താ ഇവിടെ എന്താ ഒരു നിസ്കാര സ്ഥലം എന്താ അവിടെ ഉള്ളത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഹാദി ഷജറ ഹൈസു ബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബയ്യത്തുർ റിദ്വാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബയ്യത്തുർ റിദ്വാൻ നടത്തിയ സ്ഥലം ഉണ്ടല്ലോ, ഈ മരത്തിന്റെ ചോട്ടിലായിരുന്നു എന്നാണ്. അപ്പോൾ ഇതാണ് ആ മരം എന്നാണ്. അപ്പോ മഹാനവറുകൾ പറയാം, അതിൽ ഞാൻ സയ്യിദ് ബിൻ മുസയ്യബിന്റെ അരികിൽ പോയി. ആര്? താരിഖ് ബിൻ അബ്ദുർ റഹ്മാൻ റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ സയ്യിദ് ബിൻ മുസയ്യബിനെ പോയി കണ്ടിട്ട് ഞാൻ മൂപ്പരോട് പറഞ്ഞു, എന്താണ് ഈ പറയുന്നത്? ഈ ആൾക്കാർ ഇത് പറയുന്നത് ബയ്യത്തുർ റിദ്വാൻ നടന്ന മരാണിത് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരോട് നിസ്കരിക്കുന്നത്, ഇതിന്റെ വസ്തുത എന്താണെന്ന് പറഞ്ഞു തരുന്ന. അപ്പൊ മൂപ്പര് പറയാണ്, അന്നഹു കാന ഫീമൻ ബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹ്ത അശ്ശജറ. ഇത് നബി ബയ്യത്ത് ചെയ്ത സ്ഥലമാണ്, അവിടെയുള്ള മരമാണ് എന്നൊക്കെ ആളുകൾ വല്ലാതെ പറയുന്നു എന്ന പരാതി മഹാനായ സയ്യിദ് ബിൻ മുസയ്യിബിനോട് കൊടുക്കുക. അപ്പൊ മഹാനവറുകൾ പറയാണ്, ലമ്മാ ഖറജ്നാ മിനൽ ആമിൽ മുഖ്ബിലി നസീനഹ. ഞങ്ങളാണല്ലോ അവിടെ ബയ്യത്ത് ചെയ്ത്, ഞങ്ങളുടെ ആളുകൾ. അങ്ങനെ സയ്യിദ് ബിൻ മുസയ്യിബ് പറയാം, എൻ്റെ വാപ്പ മഹാനവറുകൾ ആ ബയ്യത്തിൽ പങ്കെടുത്ത ആളാ. ഹദ്ദതനി അബി, എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കാന ഫീമൻ ബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനോട് ബയ്യത്ത് ചെയ്ത ആളുകളിൽ പെട്ട ആളാണ് എൻ്റെ വാപ്പ. ആ വാപ്പ എന്നോട് പറയാം, ഞങ്ങൾ ബയ്യത്തിയിട്ട് പിറ്റേത്തെ വർഷം ഞങ്ങൾ വന്നപ്പോ ലന്നഖദിർ അലൈഹ, ആ മരം എവിടെയെന്ന് ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾക്ക് ആ മരത്തെ തിരിച്ചറിഞ്ഞില്ല. എന്നിട്ട് സയ്യിദ് ബിൻ മുസയ്യിബ് ആളുകളോട് പറയാണ്, ഇന്ന അസ്ഹാബ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഅമലുഹ. നബിന്റെ അസ്ഹാബുകൾക്ക് ഇതറിയില്ല, പിന്നെ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇതറിഞ്ഞു? അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു മരമില്ല, വലിയൊരു വിമർശനം. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാ, അവർ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മുറിച്ചത് എന്താ? ഇവർ റസൂലുള്ളാഹി ബയ്യത്ത് ചെയ്ത സ്ഥലത്തുള്ള മരമാണ് എന്നും പറഞ്ഞ് ഒരു മരത്തിന്റെ അടുത്ത് പോയി നമസ്കരിച്ചു. ആ മരമാണ് മുറിച്ചത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് മരത്തിന്റെ അടുത്താണോ പോയി നിസ്കരിച്ച് ആ മരം മുറിച്ചാൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അത് നബി ബയ്യത്ത് ചെയ്തതാണോ അല്ലേ എന്നല്ല പ്രശ്നം. ഈ ആളുകളുടെ മനസ്സിൽ അത് നബി നിസ്കരിച്ച സ്ഥലത്തുള്ള മരമാണ് എന്നാണ്. അതുകൊണ്ട് ഇത് ഉമറുൽ ഫാറൂഖ് മുറിച്ചു എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്.
കാരണം ഈ ആളുകൾ ഒരു വൃക്ഷത്തിന്റെ ചോട്ട് പോയി നിസ്കരിക്കുന്നുണ്ട് എന്നുള്ള ബുഹാരിയിലുണ്ട്. അപ്പോൾ ആ ഒരു സംശയത്തിന് ഇടമില്ല, ഉമർ ഫാറൂഖ് അത് മുറിച്ച് കളഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് ബുഹാരിയിൽ വേറെയും ഹദീത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഹാഫിദുദ്ദീൻ ഇബ്നു ഹജറുൽ അസ്കലാനി തന്റെ ഫതുൽ ബാരിയിലും ഇത് വിവരിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, അന്തസ്സായിട്ട് പറയാം, റസൂലുള്ളാഹിന്റെ സഹാബാക്കള് നബിയോട് ബൈഅത്തുൽ റിദ്വാൻ നടത്തിയ സ്ഥലത്തുണ്ടായിരുന്ന മരത്തിന്റെ ചോട്ട് പോയി പുണ്യം നേടാൻ വേണ്ടി നിസ്കരിച്ചപ്പോ ആ മരം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. സമൂഹത്തിൽ ഇല്ലാത്ത ബിദ്അത്തുകൾ വന്ന് ശിർക്കിലേക്ക് ആളുകൾ പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? എന്നാൽ ആ മരം അവിടെ എവിടെയാണ് എന്ന് അറിയുന്ന സഹാബാക്കളുണ്ട്. ബുഖാരിയിൽ കേട്ടോളൂ, സഹീൽ ബുഖാരിയുടെ 4154 നമ്പർ ഹദീസിൽ ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൂപ്പര് വയസ്സായപ്പോൾ മൂപ്പർക്ക് കണ്ണ് കാണാതെ. അപ്പൊ മൂപ്പര് പറയാണ്, കാലലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഹുദൈബിയ, റസൂലുള്ളാഹി ഞങ്ങളോട് ഹുദൈബിയ ദിവസത്തെ പറഞ്ഞു, അൻതും ഖൈറു അഹ്ലിൽ അർദ്, നിങ്ങൾ ഭൂമിയിലെ ഏറ്റവും നല്ലവരാണ്. അന്ന് ഞങ്ങൾ അൽഫം ബാർബാമിയ, ഞങ്ങള് 1400 ആളുണ്ടായിരുന്നു ഹുദൈബിയയിൽ കേട്ടോ. എന്നിട്ട് മഹാനായ ജാബിർ ബിൻ അബ്ദുള്ള പറയാ, ലൗ കുന്തു അബ്സിറുൽ യൗം, ഇന്ന് എനിക്ക് കണ്ണ് കാണുമായിരുന്നെങ്കിൽ, എന്റെ കണ്ണിന്റെ കാഴ്ച പോയിരിക്കുകയാണ്, ഇന്ന് എനിക്ക് കണ്ണ് കാണുമായിരുന്നു എങ്കിൽ അറഅയ്തുകും മകാന ശജറ, ആ മരം എവിടെ നിന്നിരുന്നതെന്ന് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ സംഗതി എന്തായി, അതറിയുന്നോലുണ്ട് എന്നുമായി. അപ്പൊ ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കുക, ഈ തെറ്റായ ബിദ്അത്തുകൾ ആളുകളുടെ ഇടയിൽ വളരാതിരിക്കാൻ വേണ്ടി മഹാരഥന്മാരായ സഹാബാക്കൾ രണ്ടാം ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വളരെ ശക്തമായ നടപടി സ്വീകരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കി. മനസ്സിലായില്ലേ? അപ്പൊ പ്രവാചകന്റെ അസറുകൾ കൊണ്ട് ബർക്കത്തെടുക്കുക എന്ന പരിപാടി അത് ഇസ്ലാം അംഗീകരിച്ച കാര്യം തന്നെയാണ്. അത് നമുക്ക് ഇനി ഏത് ഹദീസുകളിലൊക്കെയാണ് ഈ മുടി കൊണ്ട് ബർക്കത്തെടുത്തത് എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാൻ സമയം 9:30 എത്തിയിരിക്കുകയാണ്. 15 മിനിറ്റ് കൂടി നമുക്ക് ക്ലാസ് എടുക്കാം കേട്ടോ. ഇമാം ബുഖാരിയുടെ സഹീൽ നോക്കൂ, 170 നമ്പർ ഹദീസ്. ഇത് ഗ്രൂപ്പിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ ടെക്സ്റ്റും വോയിസ് കൂടാട്ടോ. മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു ലി അബീദത, മഹാനായ അബീദത്ത് ബിൻ അംർ സൽമാനി റഹ്മഹുള്ളയോട് ഞാൻ പറഞ്ഞു, ഇൻദനാ മിൻ ശഅരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസബ്നാഹു മിൻ ഖിബലി അനസ്, അനസ് റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് തന്ന ഒരു മുടി ഞങ്ങളെ കയ്യിലുണ്ട്, റസൂലുള്ളാഹിന്റെ ഒരു മുടി ഞങ്ങളെ കയ്യിലുണ്ട്. ഞാൻ അബീദ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ മൂപ്പര് പറയാണ്, ലഅൻ തകൂന ഇൻദി ശഅറത്തും മിൻഹു അഹബ്ബു ഇലയ്യ മിനദ് ദുനിയ വമാ ഫീഹാ, നബിന്റെ ഒരു മുടി എൻ്റെ കയ്യിൽ ഉണ്ടാകുന്നത് ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും ഉണ്ടാകുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമാണ് എന്ന് സഹാബാക്കളുടെ മാനസികമായ അവസ്ഥ അതാണ്. കാരണം അത്രയും താല്പര്യവും അത്രയും സ്നേഹവുമാണ് അവർക്കുള്ളത്. അതുപോലെ മഹാനായ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് കാണാം, 171 നമ്പർ ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു പറയാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ഹലഖ റഅസഹു, നബി തന്റെ മുടി വടിച്ചപ്പോൾ കാന അബൂ തൽഹത്ത അവ്വലമൻ അഖദ മിൻ ശഅരിഹി, നബിന്റെ മുടി ചാടുന്നത് ആദ്യം എടുത്ത ആള് അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു. എന്താ പറയുന്നത്? റസൂലുള്ള മുടി വടിക്കുമ്പോ, തലമുടി വടിക്കുമ്പോ അതിൽ നിന്ന് വീഴുന്ന മുടി ആദ്യം എടുത്തത് അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യാൻ. അതുപോലെ ഇമാം മുസ്ലിം അവിടുത്തെ സഹീൽ 1305 നമ്പർ ഹദീസിൽ പഠിപ്പിക്കുകയാണ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ലമ്മാ റമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജംറ, ഹജ്ജിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജംറയിൽ കല്ലെറിഞ്ഞപ്പോ വനഹറ നുസ്കഹു വഹലക നാവലൽ ഹാലിക ശിഖഹുൽ ഐമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറവൊക്കെ നടത്തിയപ്പോ പ്രവാചകൻ എന്ത് ചെയ്തു? മുടി കളയാൻ വന്ന ആൾക്ക് പ്രവാചകന്റെ തലന്റെ വലതു ഭാഗം കാണിച്ചു കൊടുത്തു.
പിന്നെ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ വിളിച്ചു. മഹാനവറുകൾക്ക് ആ മുടി കൊടുത്തു പ്രവാചകൻ. പിന്നെ പ്രവാചകന്റെ ഇടത് ഭാഗം കാണിച്ചു കൊടുത്തു, തലയുടെ. ഫഖാല യഹ്ലിക്, മുടി കളയുന്നവനോട് പറഞ്ഞത് വടിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അതും അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ പറയാണ്, ഇഖ്സിമുഹു ബൈനന്നാസ്, ജനങ്ങളുടെ ഇടയിൽ ഇത് വിതരണം ചെയ്യണം. നബിയുടെ മുടി വിതരണം ചെയ്യാൻ വേണ്ടി അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ റസൂലുള്ള കൊടുത്തു. നോക്കൂ നിങ്ങൾ. അപ്പൊ ഇതൊക്കെ ആധികാരികമാണ്, ഇത്തരം സംഭവങ്ങളൊക്കെ അരങ്ങേറിയതാണ്. പ്രവാചകന്റെ മുടിക്ക് മാത്രം കേട്ടോ, വേറെ ഒരൊറ്റ മനുഷ്യനും ഇതിനുള്ള മർത്തബയില്ല, സ്ഥാനമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് പ്രവാചകന്റെ, ഞാൻ പറഞ്ഞല്ലോ പ്രവാചകന് 4-ൽ കൂടുതൽ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞല്ലോ, അതുപോലെയുള്ള ഒരു പ്രത്യേകതയാണ് ഇത് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ അനസ് റളിയല്ലാഹു അൻഹു പറയും, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 2325 നമ്പർ ഹദീസിൽ കാണാം, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഹല്ലാഖു യഹ്ലിഖു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിൽ നിന്ന് ഇങ്ങനെ മുടി അളയുന്ന ആൾ ഇങ്ങനെ മുടി അളയുമ്പോൾ അതാഫ ബിഹി അസ്ഹാബുഹു, നബിന്റെ അസ്ഹാബികൾ ഇങ്ങനെ അതിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഫമാ യുരീദൂന അൻ തകാശറത്തുൻ ഇല്ലാ ഫീ യദി റജുലിൻ, മുടി കീപ്പട്ട് വെക്കുമ്പോൾ ഏതെങ്കിലും ഒരു സഹാബിന്റെ കയ്യിൽക്കിട്ട് വീകും മുടി, കാരണം അത്രയും സഹാബാക്കൾ അതിനെ താല്പര്യത്തോടെ സ്വീകരിച്ചിരുന്നു എന്ന്. അപ്പോൾ അത് പ്രവാചകന്റെ മുടി. എന്നാൽ ഇന്ന് പ്രവാചകന്റെ മുടി ഉണ്ടോ അള്ളാന്റെ ഭൂമിയിൽ? അള്ളാന്റെ ഭൂമിയിൽ മശ്രിഖ് മുതൽ മഗ്രിബ് വരെ റസൂലുള്ളാന്റെ മുടി എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ല. ആർക്കും അതിനൊരു രേഖയും കൊണ്ടുവരാൻ കഴിയില്ല. നമ്മുടെ കേരളത്തിൽ കണ്ടല്ലോ, മോലിയന്മാര് 2 കൂട്ടർ കൂടിയും കണ്ട് ഒരു കൂട്ടർ പറയാണ്, നിങ്ങളെ കോളേജിൽ കൊടുന്നു വെച്ചിട്ടുള്ള മുടി ആധികാരികമായ മുടിയല്ല, നബിൻ്റെതല്ല. ആണ് എന്നുള്ളത് നിങ്ങൾ തെളിവ് പറയണം. അപ്പൊ മറ്റോര് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള മുടികൾ ആധികാരികമായി കാശ്മീരിലെ ബാൽ പള്ളിയിൽ അവിടെ ഒരു മുടി ഉണ്ട് എന്നാണല്ലോ, അത് എല്ലാവരും ആരുടെ അടിയിൽ തർക്കമല്ലല്ലോ, എന്നാ അതിനെന്താ രേഖ? അത് മറ്റൊരു തിരിച്ചും ചോദിച്ചു. അതിന് രേഖ കൊടുക്കാനും നിർവാഹമില്ല. അപ്പൊ കാശ്മീരിലെ മുടിന്റെ കാര്യത്തില് എല്ലാ മൂല്യന്മാരും അയക്കേണ്ടത് ഒറിജിനൽ മുടിയാണെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പുറത്ത് കൊടുന്ന മുടിന്റെ തെളിവ് ചോദിച്ചപ്പോ ആ മൂല്യന്മാരെ അറിയാതെ എന്ത് ചെയ്തു, മറ്റീന്റെ മുടിന്റെ തെളിവാണ് ചോദിച്ചപ്പോൾ സാധാരണക്കാരായ അരിഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായത് 2 മുടിക്കും തെളിവില്ല. കാരണം എന്താ വെച്ചാൽ ഒരു കാര്യത്തിന് രേഖ വേണ്ടേ? ഒരു സംഭവം ഇസ്ലാമിൽ രേഖയായി അംഗീകരിക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ ഡിമാൻഡുകളുണ്ട്. അതാണ് വലിയൊരു മൂല്യര് പറഞ്ഞത്, അദ്ദീനു ബിൽ ഇസ്നാദ്, ദീ നിലനിൽക്കുന്നത് സനദോടുകൂടെയാണ്. സനത് വേണം. ഒരു കുട്ടിക്കും സനദില്ല. അപ്പൊ നമ്മൾ കട്ടൻട്രി ആയിട്ട് മനസ്സിലാക്കുക, അള്ളാഹിന്റെ ഭൂമിയിൽ ഇത് നബിന്റെ മുടിയാണെന്നും പറഞ്ഞ് ആര് വന്നാലും അവൻ കാട്ട് കള്ളൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം രേഖയില്ല, അതെല്ലാവരും കൃത്യമായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒറിജിനൽ മുടിയാണോ? അത് ബർക്കത്തെടുക്കാൻ സഹാബാക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതിൽ തർക്കമല്ല, യാതൊരു സംശയമില്ല, അത് അംഗീകരിക്കപ്പെട്ട കാര്യം തന്നെയാണ്. ഇനി അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒളു എടുത്ത വെള്ളത്തിന്റെ ബാക്കി അത് സഹാബാക്കൾ സ്വീകരിച്ചിരുന്നു എന്നുള്ളതും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. 187 നമ്പർ ഹദീസിൽ ബുഖാരിയിൽ കാണാം, മഹാനായ ഹക്കം റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അബാ ജുഹൈഫയെ കേട്ടു, അദ്ദേഹം പറയാണ്, ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹാജിറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് ഹാജിറയിൽ വന്നു. ഹാജിറ എന്ന് പറഞ്ഞാൽ നല്ല കഠിനമായ ചൂടുള്ള സമയം എന്നർത്ഥം. ഹാജിറ എന്ന് പറഞ്ഞാൽ കഠിനമായ ചൂടുള്ള നട്ടുച്ച സമയത്ത് നബി വന്നു. ഈ ഹാജിറ എന്ന് പറയാൻ കാരണം ഹജറ ഹിജറ എന്നൊക്കെ പറഞ്ഞ എന്താ അർത്ഥം? ഒഴിഞ്ഞു പോകുക എന്നല്ലേ. നട്ടുച്ച സമയത്ത് ആരും പണിക്കിറങ്ങാതെ ഒക്കെ എന്ത് ചെയ്യും, വീട്ടിൻ്റെ ഉള്ളിൽ ഒഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഹാജിറ എന്ന് പറയുന്നത്, ഉച്ച സമയത്തിനെ. അങ്ങനെ നബി ഞങ്ങൾക്ക് നട്ടുച്ചക്ക് വന്നു. അങ്ങനെ ഫൗതിയ ബി വളൂഇൻ, അങ്ങനെ ഒന്നുണ്ടാക്കാനുള്ള വെള്ളം കൊണ്ടുവന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അപ്പൊ ജനങ്ങൾ നബിന്റെ ഒന്നുണ്ടാക്കിയ വെള്ളത്തിന്റെ ബാക്കി ഇങ്ങനെ എടുക്കുകയാണ്, ബർക്കത്തിന് കൊണ്ടുപോകാണ് ആളുകൾ. അത് അവരുടെ ശരീരത്തിലുള്ളവരിങ്ങനെ തടവുകയാണ്.
റസൂലുള്ളാഹിന്റെ സഹാബത്ത്. നബി ഇത് കാണുന്നു, നബി ഇത് അംഗീകരിക്കുന്നു. ഇതൊക്കെ പ്രവാചകന് മാത്രം. പ്രവാചകൻ വഫാത്തായിട്ട് ഇനി ഖിയാമത്ത് നാൾ വരെ ഒരാൾക്കും അങ്ങനെ ഒരു പരിപാടിയില്ല. ഒരാളുടെയും ഒന്നുണ്ടാക്കിയ വെള്ളം ബർക്കത്തിന് വേണ്ടി ശരീരത്തിൽ തടവുകയാണെങ്കിൽ ആ മനുഷ്യന് നമ്മൾ നുബൂവത്ത് എന്ന പദവി, റിസാലത്ത് എന്ന പദവി വെച്ചു കൊടുത്തിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോൾ എന്നെ സന്ദർശിക്കാൻ വന്നു. വഅന മരീദുല്ല ആഖിലു, എനിക്ക് ബോധം പോയി കിടക്കുകയാണ് ഞാൻ. അപ്പൊ നബി എന്നെ സന്ദർശിക്കാൻ വന്നു. ഫതവല്ലഅ വസബ്ബ അലയ്യ മിൻ വദൂഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് എന്ത് ചെയ്തു? ഒള്ളുണ്ടാക്കിയിട്ട് ആ ഒള്ളുണ്ടാക്കിയ വെള്ളത്തിൽ നിന്ന് ബാക്കിയുള്ള വെള്ളം നബി എൻ്റെ മേൽ കൂടെ അങ്ങോട്ട് ഒഴിച്ചു. എൻ്റെ ശരീരത്ത് കൂടെ ഒഴിച്ചപ്പോൾ ഫഅഖൽതു, അപ്പൊ എനിക്ക് ബോധം തിരിച്ചു കിട്ടി. നബിന്റെ ഒള്ളുവിന്റെ ബാക്കിയുള്ള വെള്ളം മേൽ കുടിച്ചപ്പോൾ. നമ്മളൊക്കെ ഒള്ളുണ്ടാക്കിയ വെള്ളത്തിന്റെ ബാക്കി വേറെ ആളെ മേൽ കൂടി ഒഴിച്ചാൽ അവൻ്റെ എല്ലാ കാര്യവും കൂടി പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയാണിത്. കാരണം നമുക്കതിലൊരു വിശ്വാസിക്ക് സങ്കടപ്പെടാനില്ല, ആശങ്കക്കും സംശയത്തിനും വകയില്ല. കാരണം നബി ആരാ? അള്ളാഹു മുഅ്ജിസത്ത് നൽകിയ വ്യക്തിയാണ്. മുഅ്ജിസത്ത് പറഞ്ഞാൽ അമാനുഷികം. 7 ആകാശങ്ങളുടെ മുകളിലൂടെ കയറിപ്പോവാനുള്ള ഒരു അവസരം അള്ളാഹു തൗഫീഖ് നബിക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം ബർക്കത്ത് പ്രവാചകനിൽ മാത്രമാണെന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് അതില്ല. അതുപോലെ തന്നെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ തന്നെ കാണാം, 5859 നമ്പർ ഹദീത്തിൽ കാണാം, മഹാനായ അബീ ജുഹൈഫ റളിയല്ലാഹു അൻഹു തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോലിനാലുള്ള ഒരു ഇളം ചുമപ്പുള്ള ഒരു കുബ്ബയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നുണ്ടാക്കാൻ വേണ്ടി. ആ സമയത്ത് വന്നാസു യബ്തദിറൂനൽ വദൂഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വെള്ളത്തിന്റെ ബാക്കി കിട്ടാൻ വേണ്ടി ആൾക്കാർ തിക്കും തിരക്കും കൂട്ടാണ്. ഫമൻ അസാബ മിന്നു ഷൈഅൻ തമസ്സഹ ബിഹി, അതിന് കിട്ടിയ ഒളുവിന്റെ വെള്ളത്തിൽ നിന്ന് സ്വല്പം കിട്ടിയോലെ എന്ത് ഓലെ മേലിൽ കൂടെ അത് തടവുന്നുണ്ട്. വമല്ല യുസിബ് മിന്നു ഷൈഅൻ, കിട്ടാത്ത ആളുകൾ എന്ത് ചെയ്യും? അഹദ മിൻ ബലലി യദി സാഹിബി, തന്റെ കൂട്ടുകാരന്റെ കയ്യിലുള്ള ആ നനവുണ്ടല്ലോ, ആ നനവിനെ തടവുന്നു. ഇമാം ബുഖാരിയുടെ സഹീൽ 5859 നമ്പർ ഹദീസിലാണ് ഇതുള്ളത്. അസഹുൽ കുതുബി ബഅദ കിതാബില്ല സഹീഹുൽ ബുഖാരി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇമാം ബുഖാരിയുടെ സഹീഹ് ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ലോകം ഏറ്റവും ആധികാരികമായ ഗ്രന്ഥമായി കാണുന്ന ഗ്രന്ഥമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മധ്യമ നയത്തിൽ നമ്മൾ ഇതിനെ കാണണം. ഇതിനെ മൊത്തം അടച്ചാക്ഷേപിച്ച് തള്ളാനും പാടില്ല, എന്നാൽ ഇതിന്റെ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് ഇതിനെ കൊട്ടാനും പാടില്ല. ഇത് പ്രവാചകനിൽ മാത്രം ഒതുക്കുന്ന സംവിധാനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിന് മാത്രമല്ല, നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരിയുടെ സ്വഹീൽ തന്നെ 4328 നമ്പർ ഹദീസിൽ കാണാം, പ്രവാചകൻ ഒരു സഹാബിയെ തുപ്പിയത് നമുക്ക് കാണാൻ കഴിയും. മഹാനാ അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയാണ്, കുന്തു ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ നാസിലും ബിൽ ജാറാന ബൈന മക്ക വൽ മദീന, മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലമായ ജാറാനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ എത്തി. അപ്പൊ നബിന്റെ അടുത്തേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു വരികയാണ്. ബിലാലും അവിടെ ഉണ്ട്. അപ്പൊ ഒരു അയറാബിന് വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക്. അപ്പൊ എന്താണെന്ന് അറിയോ? വനീമത്ത് സ്വത്തിന്റെ വിഹിതം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ അയറാബി വരുന്നത്. അപ്പൊ അയറാബി നബിനോട് പറയാണ്, അലാ തുൻജിസുലി മാ വഅതനി, യുദ്ധം കഴിഞ്ഞ് ജയിച്ചാൽ സ്വത്ത് കിട്ടും എന്ന് അറിയുള്ളൂ, എനിക്ക് തരൂലേ നീ എന്ന് ചോദിക്കുകയാണ് റസൂലുള്ളാഹി. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അബിശ്ശിർ അബിശ്ശിർ, തരാന്ന് പറഞ്ഞു. പല പ്രാവശ്യം ഈ അയറാബി നിരന്തരം പറയാൻ നബിനോട്, ഒനീമത്ത് സ്വത്ത് തരുന്ന് പറഞ്ഞല്ലേ, എപ്പോഴാ തരാ? അപ്പോഴും നബി പറയും, അബിശ്ശിർ തരാ. അവസാനം ഈ കാട്ടറബി പറഞ്ഞ്, കത് അക്സർ തലയമിൻ അബിശ്ശിർ, എപ്പോഴും ആണ്ട് ചോദിക്കുമ്പോഴേക്കും തരാന്ന് പറയും. എന്താന്നിട്ട് ഇങ്ങനെ മിണ്ടാന്ന്, എന്താ തരാന്നുണ്ട്, എന്താ തരാത്തത് റസൂലുള്ളാഹിനോട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മൂസ റളിയല്ലാഹു അൻഹുവിന്റെയും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെയും നേരക്കണ്ട് തിരിഞ്ഞു, ദേഷ്യത്തോടു കൂടെ തിരിഞ്ഞിട്ട് നബി പറയാണ്, റദ്ദൽ ബുഷ്റ, ഞാൻ അവനോട് സന്തോഷ വാർത്ത അറിയിച്ചതോ തള്ളിക്കളഞ്ഞു, നീ സന്തോഷിക്ക് തരട്ടോ, സമാധാനിക്ക് തരാം എന്ന് പറഞ്ഞതോ തള്ളിയിരിക്കുകയാണ്. ഫഖ്ബില അൻതുമ,
ഞാൻ നിങ്ങളെന്റെ സന്തോഷം ഒന്ന് സ്വീകരിച്ചാനും എന്ന് പറഞ്ഞു ബിലാൽ റളിയല്ലാഹുവിനോട് അബൂ മൂസാ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹ്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ സ്വീകരിക്കാൻ നബി, ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു ഒരു പാത്രം വെള്ളം കൊണ്ടിരുന്നാണ്. അങ്ങനെ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 കൈ കഴുകി, മുഖം കഴുകി, എന്നിട്ട് വമജ്ജ ഫീഹി, ആ വെള്ളത്തിൽ നബി തുപ്പി. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ് ഇവരോട് രണ്ടാളോടും ഇശ്രിബാ മിന്നു, നിങ്ങൾ രണ്ടാളും ഇതിന്ന് കുടിക്കുക. വഅഫ്രിഗ അലാ വുജൂഹിക്കുമാ വനുഹൂരിക്കുമാ വബ്ശിറാ, എന്നിട്ട് നിങ്ങളുടെ നെഞ്ചത്തിലൂടെയും നിങ്ങളുടെ ശരീരത്തിലൂടെയും ആ വെള്ളം ഒഴുക്കിയിട്ട് നിങ്ങൾ രണ്ടുപേരും വാബ്ശിറ, സന്തോഷിച്ചോ എന്ന് പറയാൻ. നോക്കൂ, നിങ്ങൾ നബി ചെയ്ത പ്രവൃത്തി എന്താ? പ്രവാചകന്റെ നുബുവത്തിന്റെ മർത്തബയിൽ എത്തുമ്പോൾ പ്രവാചകന് ചെയ്യാൻ പറ്റുന്ന റബ്ബിന്റെ വഹി പ്രകാരമല്ലേ നബി എന്തെങ്കിലും ചെയ്യുള്ളൂ. പ്രവാചകന് ചെയ്യാൻ പറ്റുന്ന കാര്യം നബി ചെയ്തെന്ത്? നബി കൈ കഴുകി, മുഖം കഴുകി, എന്നിട്ട് അതിലേക്ക് തുപ്പി, എന്നിട്ട് ആ വെള്ളം കുടിക്കാൻ പറഞ്ഞു സഹാബാക്കളോട്. എന്നിട്ട് അവരോട് പറയാൻ നിങ്ങളുടെ മുഖത്തിലൂടെയും നെഞ്ചിലൂടെയും ഈ വെള്ളം ഒഴിക്കുക. ഇത് പ്രവാചകന്റെ മർത്തബയിലുള്ള റിസാലത്തിലുള്ളവരുടെ പ്രത്യേകതയാണ്. ഇത് മറ്റുള്ളവർക്കുള്ളതല്ല. ഇങ്ങനെ ഇവരത് ചെയ്യുമ്പോൾ, ഇത് ഇമാം ബുഖാരിയുടെ സഹീഹിൽ നിന്നുള്ള ഹദീസാ ഞാൻ പറയുന്ന കേട്ടോ സുഹൃത്തുക്കളെ. ഇത് ചെയ്യുമ്പോൾ വീട്ടിൽ ആരുണ്ട്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉണ്ട്. ഫനാദത്ത് ഉമ്മു സലമത്ത മിൻ വറാഇ സിത്ർ, വിരിയുടെ കർട്ടന്റെ ബാക്കിൽ നിന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വിളിച്ചു പറയുന്നുണ്ട്, അൻ അഫ്ളിലാലി ഉമ്മിക്കുമാ, നിങ്ങളുടെ ഉമ്മാക്ക് കുറച്ച് ബാക്കിയൊക്കെ കിട്ടോ, ആ വെള്ളം മുഴുവൻ നിങ്ങൾ കുടിച്ചാണ് മേത്ത് കൂടി വയ്ക്കാണ്ട് കളയലും സ്വല്പം എനിക്ക് കൊടുത്ത് കിട്ടോ. അതിൽ സ്വല്പം വെള്ളം അവര് ഉമ്മു സലമ ബീവിക്കും എടുത്ത് വെച്ചു. ഇമാം ബുഖാരിയുടെ സഹീഹിലുള്ളതാണ് സഹോദരങ്ങളെ. അപ്പൊ ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞു വരുന്നതാരോ, ഈ ബർക്കത്തെടുക്കുക, ഇത്തരം പരിപാടികളെല്ലാം പ്രവാചകന്റെ മാത്രം പ്രത്യേകതയാണ്. അത് മറ്റുള്ളവർക്ക് അർപ്പിക്കുക എന്നുള്ളത് ശിർക്കിലേക്കുള്ള വസീലയാണ്. സമൂഹത്തിൽ ബിദ്അത്തും കുഫറും ദലാലത്തും വ്യാപകമാവാൻ അത് കാരണമാകും. അതുകൊണ്ടാണ് ഇമാം ശാത്തബിയെ പോലെ, ഹഫ്ളുദ്ദീൻ ഇബ്നു ഹജർ അൽ അസ്കലാനിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് ഇത് പ്രവാചകന്റെ വഫാത്തിന് ശേഷം സിദ്ദീഖുൽ അക്ബറോ ഉമറുൽ ഫാറൂഖോ ഉസ്മാൻ ബിൻ അഫ്ഫാനോ അലി ബിൻ അബി താലിബോ ആരും ഇത് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്കൊരു കാര്യം ഇന്നത്തെ ചർച്ചയിൽ നിന്ന് മനസ്സിലായത് എന്താണ്? ബർക്കത്തെടുക്കുക. പ്രവാചകന്റെ മുടി, ഉമ്മുനീര്, ഉളുണ്ടാക്കിയ വെള്ളം, അതുപോലെ പ്രവാചകന്റെ ശരീരം, അതുപോലെ കൊണ്ടൊക്കെ ബർക്കത്തെടുക്കാം. പക്ഷേ അത് പ്രവാചകനോട് കൂടെ അത് അവസാനിച്ചു, മറ്റുള്ളവർക്ക് അതില്ല. പ്രവാചകന്റെ ആഥറുകൾക്ക് പ്രത്യേകതയുണ്ട്, പുണ്യമുണ്ട്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് മാത്രം പോരാ. ഞാൻ പ്രവാചകന്റെ, എന്റെ കയ്യിൽ പ്രവാചകന്റെ മുടിയുണ്ട് കേട്ടോ, ഞാൻ അതേറ്റാ നടക്കുന്നത് എന്നും പറഞ്ഞ് കബറിക്കാണ് ചെന്നാൽ വിവരം അറിയുന്ന റസൂലുള്ളാഹി പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞ ഹദീസ് കേട്ടില്ലേ? പ്രവാചകൻ ഒന്നുണ്ടാക്കിയ വെള്ളം അത് ശരീരത്തിലൂടെ തടവുകയും അതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളോട് നബി എന്താ പറഞ്ഞത്? എന്തിനാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത്? അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ അള്ളാനെയും റസൂലിനെയും സ്നേഹിച്ചിട്ടാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞ എന്താണ്? അള്ളാനെയും റസൂലിനെയും നിങ്ങൾ സ്നേഹിക്കേണ്ടത് നുണ പറയാൻ പാടില്ല, അയൽവാസിയെ അടങ്ങാറാക്കാൻ പാടില്ല, ഒരാൾ വിശ്വസിച്ച് വല്ലോ ഏൽപ്പിച്ചാൽ വഞ്ചന അണിക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ബർക്കത്തുണ്ട്. അതല്ലാതെ എല്ലാ ഇബ്ലീസിന്റെ പണി ചെയ്തിട്ട് ഈ ഒരു മുടിയും പിടിച്ചിട്ട് കൊടിയും പിടിച്ച് നടന്നാണ്ടല്ലോ, അത് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഒരു ഉന്തലും വീഴ്ചയും ഒക്കെ അവിടെ നടക്കും, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അഖീദയുടെ ഒരു ഭാഗമാണ് പ്രവാചകന്റെ മർത്തബ, ദറജ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പൊ ഇത് റിസാലത്തിന്റെ മർത്തബയിൽപ്പെട്ടതാണ്. അത് മറ്റുള്ളവർക്ക് അർപ്പിച്ചാൽ ആ നുബുവത്തിന്റെ ഭാഗം മറ്റുള്ളവരിലേക്ക് നമ്മൾ നൽകുന്നു എന്നാകും. അത് ഗുരുതരമായ വീഴ്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അഖീദ ഭദ്രമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഗ്രൂപ്പിൽ ഇതിൻ്റെ ടെക്സ്റ്റുകളും ഹദീസുകളും വോയിസുകളും ഒക്കെ ഉണ്ടാവും. നിങ്ങളൊക്കെ നോക്കണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ നൽകട്ടെ. എന്തെങ്കിലും വല്ല സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കട്ടെ, നമുക്ക് അവസാനിപ്പിക്കാം. 9:45 കഴിഞ്ഞ് 46 ഓക്കെ അല്ലേ? അസ്സലാം. നമ്മുടെ നാട്ടിലിപ്പോ ഈ പറഞ്ഞതുപോലെ ബദരീങ്ങളുടെ ബർക്കത്തുണ്ടെന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുമല്ലോ. ഇതിനൊരു ഷിർക്കായിട്ടാണോ കണക്കൂട്ടാറോ അത് ഷിർക്കിലേക്കുള്ളൊരു വഴിയായിട്ട്, അത് ഷിർക്ക് എന്നുള്ള ഭാഗത്തേക്ക് പോകും?
ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ അവിടെ 2 വശമുള്ളത്. ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് കാക്കണേ എന്ന് പറഞ്ഞാൽ നിർബന്ധമായും അള്ളാഹ് ഉത്തരം ചെയ്യും എന്നാണ് ഒരു വിഭാഗം വിശ്വസിക്കുന്നത്. അള്ളാഹു നിർബന്ധിതനാകും ഉത്തരം ചെയ്യാനേ. അങ്ങനെ വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അതേ സ്ഥാനത്ത് ചില ആളുകൾ എന്ത് പറയും, അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഒരു പുണ്യം കിട്ടും എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ അത് നബി പഠിപ്പിക്കാത്തൊരു ദുആ ഇസ്ലാമിൽ പഠിപ്പിക്കുന്ന പരിപാടിയാണ്. അതിനെ ഹറാമായിട്ട് കാണാം. വേറൊരു മാർഗം അതിലുള്ള എന്താ വെച്ചാൽ, ഞങ്ങളെ ഷെയ്ഖുനെ പഠിപ്പിച്ച് തന്നാണ്, ഞങ്ങളെ ഉസ്താദ് പഠിപ്പിച്ച് തന്നാണ്. അങ്ങനെ ഉണ്ടല്ലേ നമ്മളെ നാട്ടിൽ ഇജാസത്ത് തന്നു, ഞങ്ങളെ ഉസ്താദ് ഇജാസത്ത് തന്നിട്ടുണ്ട്, ഉസ്താദ് പറയാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അല്ലേ. അങ്ങനെ പറഞ്ഞാൽ ശിർക്കുവാണ്. അത് നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇത്തഖദു അഹ്ബാറുഹും വറുഹ്ബാനുഹും അർബാബം മിൻ ദൂനില്ലാഹ്. യൂതന്മാരും ക്രൈസ്തവരും അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കി എന്ന ആയത്ത് നബി ഓതിക്കൊടുക്കുമ്പോൾ യഹൂദ മതത്തിൽ നിന്ന് വന്ന വേദക്കാരിൽ നിന്ന് വന്ന അദീബിന് ഹാത്തിം റസൂലുള്ളാഹിനോട് പറയാം, നബി ഞങ്ങളുടെ പണ്ഡിതന്മാരെ ഞങ്ങൾ റബ്ബാക്കണില്ല, ഞങ്ങൾ അവർക്ക് ഇബാദത്ത് കൊടുക്കില്ല. അപ്പൊ നബി പറയാണ്, അവര് ഹലാലാണ് എന്ന് പറഞ്ഞു ഒരു ഹറാമിനെ ഹലാലാക്കിയാൽ നിങ്ങൾ അതിനെ ഹലാലാക്കാറില്ലേ? അതെ. അവർ ഹലാലായതിന് ഹറാമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹറാമുമാക്കാറില്ലേ? അതെ. ഫത്തിൽക ഇബാദത്തും, അത് അവർക്കുള്ള ഇബാദത്താണ്. കുനികൾ അപ്പോൾ ഒരു ശൈഖ് ഒരു കാര്യം പറഞ്ഞാൽ അത് കേട്ടേ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന രൂപത്തിലാവുമ്പോൾ അത് ശിർക്കാവുന്നു. അതുപോലെ തന്നെ ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് കാക്കണമെന്ന് പറഞ്ഞാൽ ഉത്തരം ചെയ്യാൻ അള്ളാഹ്ക്ക് നിർബന്ധമാകും എന്ന് വിശ്വസിച്ചാലും ശിർക്കാകും. അങ്ങനെ വിശ്വാസം ഇല്ലെങ്കിൽ ഹറാമാവുന്ന രൂപമായിരിക്കുന്ന. ഓക്കെ ജസാക്കല്ലാഹു ഖൈർ. നമുക്ക് അവസാനിപ്പിക്കട്ടോ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.